ഹലോ. അപ്പൊ ഇന്ന് നമ്മള് ഇരിഞ്ഞാലക്കുടക്കാർക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. ഗായ്സ്, അപ്പൊ ദേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇരിങ്ങാലക്കുടയിലെ സ്വന്തം വല്യങ്ങാടി അമ്പാണ് കേട്ടോ. അപ്പൊ രാത്രി ഞാനും ചേർന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊരു ഉള്ളിൽ പുറത്തിട്ട് ഒരു 12 മണി ആയിട്ടുണ്ട് നമ്മുടെ അമ്മ ചേർന്നത്. ആക്ച്വലി ഒരു എത്ര മണി വെളുപ്പിലേക്ക് ആവില്ല, തമ്പുരാനറിയാം. എന്തായാലും അവിടെ പോയിട്ട് നമുക്കൊന്ന് കാണാം. ഓക്കെ. പള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ 12 മണി കഴിഞ്ഞായിരുന്നു. എന്നാൽ പോലും നല്ല ജനത്തിരക്കായിരുന്നു. ആകെ തിരക്കില്ലാണ്ട് കണ്ട ഒരു സ്ഥലം ദേ ഇത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല സൗകര്യമായിട്ട് ഇവിടെ കയറി നേർച്ചയിടാനും അമ്പെടുത്ത് വെക്കാനൊക്കെ പറ്റി. സാധാരണ ഡേ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുണ്ടാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റിയപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ അത് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വില്യങ്ങാടിയിലോട്ട് നടന്നു. വണ്ടിയൊക്കെ ദൂരെ വെച്ചിട്ട് വഴി കൂടെ നടക്കുകയാണ് അതിൻ്റെ ഒരു ആചാരം. ഇത് സിഗ്നലിൻ്റെ അവിടെ ഉള്ളൊരു ഡെക്കറേഷനാണ്. ഇത് വളരെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിച്ച ആ ഒരു പോർഷൻ. ഞങ്ങൾ നോക്കിയപ്പോൾ അമ്പ് വരുന്നുള്ളൂ കേട്ടോ. നേരം 12:30 12:45 ആയിട്ടുണ്ട്. സിഗ്നലിൻ്റെ അവിടേക്ക് അമ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ടൊക്കെ. പിന്നെ അവിടെയും വലിയൊരു പന്തലുണ്ടായിരുന്നു. വില്യങ്ങാടി അമ്പ് ഫെസ്റ്റിവൽ എന്നൊക്കെ എഴുതിയിട്ട് വലിയൊരു പന്തലുണ്ടായിരുന്നു. അമ്പ് കണ്ടു നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ പിള്ളേരെ വീട്ടിലാക്കിയിട്ടാണ് വന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരുപാട് നേരം ഇവിടെ ചുറ്റി കറങ്ങാണ്ട് ഞങ്ങൾ വേഗം വീട്ടിലോട്ട് വിട്ടു.